അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ക്ലാസ് വിവര അവകാശ കമ്മീഷനാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. 27ാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. വിവര അവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ചുള്ള സംബന്ധിച്ച അറിവുകൾ എന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. PDF നോട്ട്സ് ഉണ്ട്, അതുപോലെ CA നോട്ട്സ് ഉണ്ട്, എക്സാം 70+ എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, എന്താണ് വിവരാവകാശ കമ്മീഷൻ നിയമം എന്ന് ചോദിച്ചാൽ, അഴിമതി നിയന്ത്രണത്തിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും രൂപീകരിച്ച നിയമമാണ് വിവര അവകാശ നിയമം. ശ്രദ്ധിച്ചോളാം, അഴിമതി നിയന്ത്രണത്തിനും ഉദ്യോഗസ്ഥർക്കെതിരെ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും രൂപീകരിച്ച നിയമമാണ് വിവരാവകാശ നിയമം. അപ്പോൾ വിവരാവകാശ നിയമത്തിനായി ജനകീയ പ്രചാരണം നടത്തിയ ആദ്യ സംഘടന എന്ന് വെച്ചാൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, പലതവണ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഓക്കെ, 1994 മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഇത്തരത്തിലുള്ള പ്രചാരണം ആരംഭിച്ചത്. ഓക്കെ, വിവരാവകാശത്തിന് വേണ്ടിയുള്ള നിയമത്തിന് വേണ്ടിയുള്ള പ്രചാരണം ആരംഭിച്ചത് 1994. മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ സ്ഥാപക ആരെന്ന് വെച്ചാൽ അരുണ റോയ്. അതുപോലെ തന്നെ അരുണ റോയിയുടെ കൂടെ ഉണ്ടായിരുന്നത് നിഖിൽ ധേ, ശങ്കർ സിംഗ് എന്നിവരുടെ സംഘടന രൂപീകരണത്തിൽ പങ്കുവഹിച്ച വ്യക്തികളാണ്. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിൻ്റെ സ്ഥാപക അരുണ റോയിയാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോളുക. അടുത്ത്, സർക്കാരിനായി വിവരാവകാശ നിയമത്തിൻ്റെ പ്രാരംഭ കരട് അതായത് ഇനിഷ്യൽ ഡ്രാഫ്റ്റ് രൂപീകരിച്ചത് 1996 രൂപീകരിച്ചതായിരുന്നു വെച്ചാൽ നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് ആണ്, RTA ആണ്. ഓക്കെ, അടുത്ത, ഇതേ തുടർന്ന് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ വിവരാവകാശ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പേ ആദ്യമേ വിവരാവകാശ നിയമം പാസാക്കിയത് തമിഴ്നാടാണ്. 1997 എന്ന് ഓർത്ത് വയ്ക്കുക, വർഷം 1997. ക്ലിയർ? അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ രാജ്യം. ഓക്കെ, വിവരാവകാശ നിയമം എന്ന രാജ്യം സ്വീഡനാണ്. ഓർത്ത് വയ്ക്കുക, നമ്മൾ പറഞ്ഞു ആദ്യമായി തമിഴ്നാടാണെന്ന് പറഞ്ഞു. തമിഴ്നാടിന് പുറമേ ഗോവ 1997, രാജസ്ഥാൻ 2000, കർണാടക 2000, ഡൽഹി 2001, മഹാരാഷ്ട്ര 2002, ആസാം 2002, മധ്യപ്രദേശ് 2003, ജമ്മു കാശ്മീർ 2004. ഓക്കെ, എന്നിവിടങ്ങളിൽ എന്ത് ചെയ്തു? വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയെങ്കിലും ഈ നിയമത്തിൻ്റെ ധാരാളം പോരായ്മകൾ ഉണ്ടായിരുന്നു. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ടാണ് 2002. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ ഏത് റദ്ദാക്കപ്പെട്ടു? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റദ്ദാക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ വിവരാവകാശ നിയമം ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11 ഓർത്തു വയ്ക്കുക. രാജ്യസഭ പാസ്സാക്കിയത് 2005 മെയ് 12. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15 ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 2005 ജൂൺ 21. ഈ ജൂൺ 21 പ്രത്യേകത. ജൂൺ 21 നമ്മൾ സാധാരണ പറയുന്ന ഡേറ്റിൻ്റെ ഇതിൽ പറയുന്നത് എന്താണ്? യോഗാ ദിനം. ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഇതിൻ്റെ കൂട്ടത്തില യോഗ ഡേ എന്ന് പറയുന്നത് ജൂൺ 21 ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ CIC ഭവൻ, സൗത്ത് ഡൽഹി. ഓക്കെ, അപ്പോൾ പഠിച്ചു വരുന്നവർ ചിലപ്പോൾ ഓർക്കുന്ന ഡൗട്ട് വരും, ഇതല്ലല്ലോ പഠിച്ചത് എന്ന് ഡൗട്ട് വരും. ഓക്കെ, അപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആസ്ഥാനം CIC ഭവനാണ്, സൗത്ത് ഡൽഹിയാണ്. എന്നാൽ പഴയ ആസ്ഥാനം അഗസ്ത് ക്രാന്തി ഭവൻ. ഓർത്ത് വയ്ക്കുക, പഴയ ആസ്ഥാനമാണ് അഗസ്ത് ക്രാന്തി ഭവൻ. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന ചോദ്യം, വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12. കൃത്യമായിട്ട് ഈ ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. അടുത്ത, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം കൊണ്ടുവന്ന മുൻ പ്രധാനമന്ത്രി VP സിംഗ് 1990 ഇങ്ങനൊരു ആശയം കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം 2005 പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയും. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് ഓർത്തിരിക്കുക.
അടുത്ത് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കാൻ അപേക്ഷ ഫീസ് 10 രൂപയാണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഉദ്യോഗാർത്ഥികളാകാൻ പോകുകയാണ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാകാൻ പോകുകയാണ്. കൃത്യമായിട്ട് വിവരാവകാശ നിയമം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വിവരാവകാശ നിയമം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അടുത്ത വിവരാവകാശ നിയമം ഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആവശ്യപ്പെടുന്ന ആളുടെ ജീവനും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ വിവരം നൽകണം? 48 മണിക്കൂറാണ്. 48 മണിക്കൂർ, 2 ദിവസത്തിനകം എന്ത് ചെയ്യണം? വിവരം നൽകണം. അടുത്ത പോയിന്റിലേക്ക് പോകാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണെന്ന് വെച്ചാൽ ദീപക് സന്ധു ആണ്. അപ്പോൾ നമുക്ക് നിലവിൽ 13 മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുണ്ട്. ആരൊക്കെ നോക്കാം. ഒന്നാമത്തത് വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തത് AN തിവാരി, മൂന്നാമത്തത് സത്യാനന്ദ മിശ്ര, നാലാമത്തത് ദീപക് സന്ധു, അഞ്ചാമത്തത് സുഷമ സിംഗ് ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ സുഷമ സിംഗും ദീപക് സന്ധു 4ാമത്തെ വ്യക്തിയാണെന്ന് ഓർത്തു വയ്ക്കുക. ആദ്യത്തെ വനിതയും 4ാമത്തെ വ്യക്തിയുമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് രാജീവ് മാത്തൂർ, വിജയ് ശർമ്മ, രാധാകൃഷ്ണ മാത്തൂർ, സുധീർ ഭാർഗവ, ബിമൽ ജുൽക്ക, യശ്വന്തർ കുമാർ സിൻഹ, ഹിരാലാൽ സമരിയ, നിലവിലത് രാജ്കുമാർ ഗോയൽ. മറന്നു വരുത്. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുമ്പിൽ എന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ മുമ്പിലാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ആരുടെ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അടക്കം 3 അംഗ സമിതിയാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം, ശ്രദ്ധിച്ചോളാം, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്നത്. പക്ഷേ ആരുടെ നിർദ്ദേശപ്രകാരം? സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതിനുള്ള കാരണം അപ്രാപ്തി, തെളിയിക്കപ്പെട്ട ദുർവൃത്തി. ഓക്കെ, അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? അവരെ നീക്കം ചെയ്യുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരം? സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. ആര് ചെയ്യുന്നു? പ്രസിഡന്റ് ചെയ്യുന്നു എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ദിവസം 250 രൂപ വെച്ച് പരമാവധി 25,000 രൂപ വരെ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്ന അപേക്ഷ ഫീസ് എത്രയെന്ന് വെച്ചാൽ 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇത് ബാധകമല്ല. അടുത്ത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടണം എന്ന് ചോദിച്ചാൽ 30 ദിവസം. വിവരാവകാശ നിയമത്തെ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് സംബന്ധിച്ചാണെങ്കിൽ ജീവനും സ്വാതന്ത്ര്യത്തിനുമാണെങ്കിൽ പരിധിയിൽ വരുന്നതാണെങ്കിൽ 48 മണിക്കൂറിനകത്ത് എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണമെന്ന് വെച്ചാൽ 35 ദിവസത്തിനുള്ളിൽ. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഏജൻസികൾ ഏതെന്ന് വെച്ചാൽ കേന്ദ്ര ഇൻ്റലിജൻസ്, സെക്യൂരിറ്റി ഏജൻസികൾ തുടങ്ങിയവയാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ ആർക്കാണ് അപ്പീൽ നൽകുന്നത്? തൊട്ടു മുകളിലുള്ള ഓഫീസർ. ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ ആർക്കാണ്? തൊട്ടു മുകളിലുള്ള ഓഫീസർക്കാണ് നൽകേണ്ടത്. ആർക്കാണ് രണ്ടാം അപ്പീൽ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ് 90 ദിവസത്തിന് ഉള്ളിൽ തന്നെ നൽകണം. അടുത്ത് വിവരാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ കാലപരിധി എത്രയെന്ന് വെച്ചാൽ അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ. ഓക്കെ, 20 വർഷം മുമ്പുള്ള അതിന് മുമ്പുള്ള 30 വർഷം മുമ്പുള്ള കാര്യമൊന്നും ചോദിക്കാൻ കഴിയില്ല. 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാൻ കഴിയൂ എന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ചെയർമാൻ്റെ കാലാവധി 5 വർഷവും അല്ലെങ്കിൽ 65 വയസ്സാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ വേതനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമായിരിക്കും. അടുത്ത ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കെന്ന് വെച്ചാൽ രാഷ്ട്രപതിക്കാണ്.
2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പോൾ 2019 എന്ത് നടന്ന ഒരു വിവരാവകാശ നിയമത്തിൽ ഒരു ഭേദഗതി നടന്നിട്ടുള്ളത് എന്ന് ഓർത്തുവയ്ക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത് ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 14. RTയിലെ ഒരു സെക്ഷൻ 14. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 15. അടുത്ത് ഓരോ സംസ്ഥാന സർക്കാരും ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം വഴിയാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. സെക്ഷൻ 15(1) ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നിരക്കുകൾ A4 പേപ്പറിൽ വിവരം ലഭ്യമാക്കാൻ പേജ് 1-ന് 3 രൂപ, മുമ്പ് 2 രൂപയായിരുന്നു, അതിൻ്റെ 3 രൂപയാക്കി. CD, ഫ്ലോപ്പി ഡിസ്ക് തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയാണ് ലഭ്യമാക്കേണ്ടതെങ്കിൽ 75 രൂപ, മുമ്പ് 50 രൂപയായിരുന്നു എന്നുകൂടി ഓർത്തേക്കാം. വിവരം നേരിട്ട് പരിശോധിക്കും. നമുക്ക് വിവരം നേരിട്ട് പരിശോധിക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം? ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യം, തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതം അടയ്ക്കണം. ഓക്കെ. അടുത്ത അപേക്ഷ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 7. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 10th ലെവൽ പ്രിലിംസ് മാത്രമല്ല ബാക്കിയുള്ള എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് പോയിന്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചോളാം. അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണയാണ്. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അപേക്ഷ നൽകിയതെന്ന് ഓർത്തുവയ്ക്കുക. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 55ാമത്തെ രാജ്യമാണെന്ന് ഓർത്തുവയ്ക്കുക. സ്വീഡനാണ് ആദ്യമായി കൊണ്ടുവന്നത്. എന്നാൽ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ വിവരാവകാശം കൊണ്ടുവന്ന 55ാമത്തെ രാജ്യം. വിവരാവകാശ ഭേദഗതി ബില്ല് 2019 നമ്മൾ പറഞ്ഞു ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19. വിവരാവകാശ ഭേദഗതി നിയമം ലോക്സഭയിൽ പാസ്സായത് 2019 ജൂലൈ 22. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസ്സായത് 2019 ജൂലൈ 25. വിവരാവകാശ നിയമ ഭേദഗതി 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. വിവരാവകാശ നിയമ ഭേദഗതി 2019 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ 13, 16, 27 എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ. അടുത്ത വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6. ഓക്കെ. അധ്യായം 6, എണ്ണം 6ആണ്, മറന്നു വരുന്നത്. അടുത്ത് വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ 31 എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണെന്ന് ഓർത്തു വയ്ക്കുക. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് പാലാട്ട് മോഹൻദാസ്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ വി ഹരി നായർ എന്ന് ഓർത്തു വയ്ക്കുക. ഈ വീഡിയോ ചെയ്യുന്ന 4/6/2026 ആണ് വി ഹരി നായർ. ഓക്കെ, മറന്നു പോരുത്. അടുത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 15 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി. ഓരോ സംസ്ഥാന സർക്കാരും ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴിയാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. സെക്ഷൻ 15(1) ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റ്, നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ കൃത്യമായിട്ട് ഇതിനകത്ത് ഇത് നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അടുത്ത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് 15(2). സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഔദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 16. അടുത്ത സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണെന്ന് ചോദിച്ചാൽ ഗവർണറുടെ മുമ്പിലാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 16(3). ഓക്കെ, 16 വകുപ്പ് 16(3). അടുത്ത സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. 16(4) ഇതിനെക്കുറിച്ച് പറയുന്നത്. RTI ആക്ടിലെ 14(4). ശ്രദ്ധിച്ചോളൂ കേട്ടോ, ചിലപ്പോൾ മാറിപ്പോരുത്, ഭരണഘടനയൊന്നും പോകരുത്. ഇതിനകത്ത് RTI ആക്ടിലെ 16(4) എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 17 ആണെന്ന് ഓർത്ത് വയ്ക്കുക. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ അപേക്ഷയുടെ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനകമാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്ത്
അപേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടും വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ ഒരു മൂന്നാം കക്ഷിയിൽ നിന്ന് സ്വീകരിക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങൾ പ്രസ്തുത അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ മൂന്നാം കക്ഷിക്ക് നോട്ടീസ് നൽകണം എന്ന് വെച്ചാൽ 5 ദിവസമാണെന്ന് ഓർത്തേക്കുക. ഇനി അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോക്കുന്നത് സുപ്രീം കോടതി വിധികളും തീയതികളുമാണ്. സുപ്രീം കോടതി കുറച്ച് വിധികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 3 വിധികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഓഫീസിനെ വിവരാവകാശ നിയമത്തിൽ പരിധിയിൽ കൊണ്ടുവന്ന് എന്നാണ് 2019 നവംബർ 13 ഈ വിധി പ്രഖ്യാപിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു. അടുത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണം. അതിനെക്കുറിച്ച് വിധി വന്നത് 2020 ജനുവരി 9 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണത്. ശ്രദ്ധിച്ചോളൂ. രാഷ്ട്രീയ പാർട്ടികൾക്ക് പൈസ കൊടുക്കുന്നത്, കാശ് കൊടുക്കുന്നത് വെളിപ്പെടുത്തണമെന്ന് പ്രതിപാദിക്കുന്നത് ഒരു സുപ്രധാന വിധിയാണ്. അതുപോലെ തന്നെ സർവകലാശാലയിൽ നിന്ന് മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസിന് വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട് എന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി വിധി വന്നത് 2019 ഒക്ടോബർ 14 എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.